ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുക. ഇവിടെ 2 അന്ധന്മാരുടെ നിലവിളിയും ഊമനായ പിശാച് ബാധിതന്റെ മോചനവും ഈശോയുടെ കരുണ നിറഞ്ഞ ഒരു ദർശനവുമാണ് നാം കാണുക. സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുക 2 അന്ധന്മാർ ഈശോയുടെ പുറകെ നിലവിളിക്കുന്നതാണ്. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. ഇത് ഒരു ചെറിയൊരു നിലവിളിയല്ല, അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. കാരണം വരുന്നത് ഈശോയാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഈശോയ്ക്ക് തങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനാലാണ് അവർ ദാവീദിന്റെ പുത്ര എന്ന് ഈശോയെ വിളിക്കുന്നത്. വിശുദ്ധ ജെറോം പറയുക, അവർ അന്ധരാണെങ്കിലും അവരുടെ ആന്തരികമായ കണ്ണ് അത് തുറന്നിരുന്നു. അതിനാലാണ് അവർ ഈശോയെ തിരിച്ചറിഞ്ഞതും ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചതുമെന്ന്. അവർ ഒരു ഭവനത്തിൽ കയറിയ ശേഷമാണ് സൗഖ്യം പ്രാപിക്കുക. ഈ ഭവനം എന്ന് പറയുക നമ്മുടെ സഭയാണ്. നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകാരമൊക്കെ മാറുന്നു, അവിടെ പ്രകാശം കടന്നു വരുന്നു. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മളോട് നമ്മുടെ സമ്മതം ആരായുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഈശോ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിഷമഘട്ടങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ക്ലേശങ്ങളിലുമെല്ലാം ഈശോ നമുക്ക് സൗഖ്യമായി വരുന്നുണ്ട്. അവിടെ അവർ ഉത്തരം പറയുക, ഓ കർത്താവേ, സാധിക്കുമെന്ന്. നമ്മുടെ ഉറച്ച വിശ്വാസവും നമ്മുടെ ഉറച്ച പ്രത്യാശയും ഒക്കെ ഉള്ളപ്പോഴും ഈശോ നമുക്ക് സൗഖ്യം തരുന്നു. അവസാനമായി ഈശോ അവരോട് താക്കീത് നൽകുന്നുണ്ട്, ഇത് ആരോടും പറയരുത് എന്ന്. പക്ഷേ അവർ നാടെങ്ങും അവന്റെ കീർത്തി പരത്തി. ഈശോ ഒരു പ്രശംസ ആഗ്രഹിക്കാത്ത ആളായിരുന്നുവെന്നാണ് വിശുദ്ധ ജെറോം പറയുക. ഇന്നത്തെ ലോകത്ത് പ്രശംസയ്ക്ക് പുറകെയൊക്കെ ഓടുന്ന ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടെ ഈശോയുടെ മാതൃക നമുക്ക് നല്ലൊരു മാതൃകയായിരിക്കട്ടെ. അടുത്തതായി നാം കാണുക പിശാച് ബാധയേറ്റ ഒരു ഊമന്റെ മോചനമാണ്. ഈശോ അവന്റെ ഉള്ളിലെ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ പല എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പിശാച് എന്ന് പറയുക നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും നമ്മുടെ ഉള്ളിലെ അസൂയയുടെ ഒക്കെ ആത്മാക്കളാണ്. അത് പുറത്ത് കളയുമ്പോൾ നമുക്ക് ഈശോയെ സ്തുതിക്കുവാനും മറ്റുള്ളവരെ നന്മകൾ പറഞ്ഞു നടക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നു. ഇത് ഈശോയുടെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ പറയുക, ഇസ്രായേൽ എങ്ങും ഇതുകൂട്ടൊരു അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ ഫരിസേയർ ഇതൊക്കെ കണ്ട് അവരുടെ മനസ്സിൽ അസൂയയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ വിത്തുകൾ മുളച്ചു വരികയാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ഈശോയെ പുകഴ്ത്തുന്നതും. നമുക്കറിയാം, നമ്മുടെ ഉള്ളില് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പുകഴ്ത്തുവാനും മറ്റുള്ളവരുടെ നന്മകൾ പറയുവാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുക ഈശോയുടെ കരുണ നിറഞ്ഞൊരു ദർശനമാണ്. ഈശോ പറയുക, അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. ഈശോയുടെ കരുണ നിറഞ്ഞൊരു മുഖം. നമുക്കറിയാം, ലോകത്തില് ഹിറ്റ്ലറും അതുകൂട്ടുള്ള എല്ലാ നേതാക്കളും ലോകത്തെ നശിപ്പിക്കുവാനും വിദ്വേഷം കൊണ്ടൊക്കെ നിറയ്ക്കാൻ നോക്കിയപ്പോൾ ഈശോയുടെ കരുണ കൊണ്ട് ഈ ലോകത്തെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത്. നമുക്ക് അവസാനം ഈശോ പറയുക, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ എന്നാണ്. ഈ വിളവ് എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹവും കരുണയും ഒക്കെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു വൈദികനാകണമെന്നില്ല ഈ ഒരു മിഷണറി ആകുവാനായിട്ട്. അതായത് മാമോസ സ്വീകരിച്ച എല്ലാവരുടെയും വിളി ഈ മിഷണറി ആകുവാനുള്ള വിളിയാണ്. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും ഒക്കെ ലോകത്തിലെങ്ങും പരത്താനുള്ള ഒരു വിളിയാണ് ഓരോ ക്രൈസ്തവന്റെയും. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ, ഞാൻ ഈശോയുടെ കയ്യിൽ ഒരു പേനയാണ്. ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ എല്ലാ ചുവരുകളും അവിടുന്ന് രചിക്കട്ടെയാണ്. ഈ ലോകത്തില് സ്നേഹവും കരുണയും കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. ഒന്നാമതായി ഈശോയുടെ പുറകെ ആ അന്ധന്മാർ വന്ന് നിലവിളിക്കുന്നത്, ദാവീദിന്റെ പുത്ര ഞങ്ങളെ കനിയണമേ എന്ന്. ഈശോ തന്നെ വിളിക്കുന്നവരുടെ, അതായത് തൻ്റെ പുറകെ വിളിച്ചു വരുന്നവരുടെ ഉപേക്ഷകൾ ഒന്നും ഈശോ ഉപേക്ഷിക്കുകയില്ല. അടുത്തതായി നമ്മുടെ ഉള്ളിലെ എല്ലാ പിശാചിന്റെ ആത്മാക്കളെയൊക്കെ പുറത്താക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ നന്മകൾ പറയുവാനും മറ്റുള്ളവരുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. അവസാനമായി ഈശോയുടെ കരുണ തന്നെ ദർശനം മറ്റുള്ളവർക്ക് കരുണയുടെ ഒരു മുഖമാകുവാനും പ്രേക്ഷിതരാകുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.